I'm Joe. I'm Josh. I'm Sarah. I'm Angela. കൂട്ടുകാരെ നമ്മളിപ്പോൾ ഹോളി വീക്കിലാണ്. നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് പോവുകയാണ്. ഈസ്റ്ററൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ലണ്ടൻ ചലഞ്ചിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് പോവാം. അലീസന്റെ കഥ പറയാൻ റെഡി ആയിട്ടിരിക്കുക. സയൻസ് കോർണർ. യെസ്, നമുക്ക് പോകാം. ഈസ്റ്റർ ഒരുക്കത്തിനായി ശാലോം ടി വി ഒരുക്കുന്ന ലണ്ടൻ ചലഞ്ചിൻ്റെ സെയിൻസ് കോർണർ സെഗ്മെൻറ്റിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈസ്റ്ററിനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മൾ ഹോളി വീക്കിലാണിപ്പോൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മറിയം ത്രേസ്യാമ്മയെക്കുറിച്ചാണ്. നിങ്ങൾ പോയിട്ടില്ലേ മറിയം ത്രേസ്യാമ്മയുടെ കബറിടത്തിലൊക്കെ? മറിയം ത്രേസ്യാമ്മയുടെ ചെറുപ്പത്തിലേ ഉള്ള പേര് ത്രേസ്യ എന്നായിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ മറിയം ത്രേസ്യാമ്മയ്ക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടായി. ഈ സമയത്ത് ഒരു ദർശനത്തിൽ മാതാവ് വന്നിട്ട് പറഞ്ഞു, നീ ഇന്നു മുതൽ മറിയം മാതാവിൻ്റെ ത്രേസ്യ, അമ്മ മറിയത്തിൻ്റെ ത്രേസ്യ ആയിരിക്കും. അങ്ങനെയാണ് മറിയം ത്രേസ്യ എന്നുള്ള പേര് വരുന്നത്. അപ്പം മറിയം ത്രേസ്യാമ്മയെ പൊതുവെ അറിയപ്പെടുന്നത് കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നുള്ളതാണ്. അപ്പം ആദ്യം അമ്മ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം മറ്റ് വിഷമിക്കുന്ന ആളുകളുടെ വീട്ടിലേക്കൊക്കെ പോകാൻ തുടങ്ങിയത് സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്കൊരു പ്രത്യേകത ഉള്ളത്, ഇപ്പം നമ്മൾ ഈ ഹോളി വീക്കിലാണ് ഈശോയുടെ പീഡാനുഭവങ്ങളില്ലേ ഇല്ലേ? ഈശോയ്ക്ക് എത്ര മുറിവുകളാണ് ഉള്ളത്? 5 തിരുമുറിവുകളാണ് ഉള്ളത് ഇല്ലേ? അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന വളരെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധർക്ക് ഈ മുറിവുകൾ ഈശോ സമ്മാനമായിട്ട് നൽകും. അപ്പോൾ ഈ മറിയം ത്രേസ്യാമ്മയ്ക്കും ഇങ്ങനെയുള്ള ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ വേദനകളൊക്കെ ശരീരത്തെ സ്വീകരിച്ചിട്ടുള്ള ഒരു പുണ്യാത്മാവാണ്. അപ്പോൾ അങ്ങനെ ഈ വേദനകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു അമ്മ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ നാട്ടിൽ അമ്മ മഠത്തിലായിരിക്കുന്ന സമയത്ത് നാട്ടിൽ ഈ വസൂരി പടർന്നു പിടിച്ചു. വസൂരി രോഗത്തിന് അന്നെന്ന് വെച്ചാൽ ഈ ചികിത്സയില്ല. അപ്പോൾ വസൂരി ആർക്കെങ്കിലും പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് അയാളെ ഉപേക്ഷിച്ചിട്ട് ബാക്കി എല്ലാവരും മാറും. അപ്പോൾ അയാൾ അവിടെ കിടന്ന് രോഗം വന്ന് മരിക്കും. അപ്പോൾ ഈ രോഗമുള്ള ആളുകളുടെ അടുത്തേക്ക് ഒരാൾ പോലും ചെല്ലത്തില്ല. അപ്പോൾ ഈ നാട് മുഴുവൻ കണ്ണുനീരും ആളുകളുടെ മരണവും വേദനയും ഇതെല്ലാം മറിയം ത്രേസ്യാമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മറിയം ത്രേസ്യാമ്മ അങ്ങനെ മഠത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മറിയം ത്രേസ്യാമ്മ ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ദർശനത്തിൽ ഒരു കുടിൽ കാണിച്ചു കൊടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയായിരുന്നു. മറിയം ത്രേസ്യാമ്മ വേഗം തന്നെ കൂടെ ഉണ്ടായിരുന്ന 1-2 കുഞ്ഞു സിസ്റ്റേഴ്സിനെയും കൂട്ടി ആ കോളനിയിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കോളനിക്കകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ അങ്ങും പുറത്തൊന്നും ആരെയും കാണുന്നില്ല. ഒരു കുടിലിൽ നിന്ന് മറിയം ത്രേസ്യാമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് കേട്ട പോലെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുക. മറിയം ത്രേസ്യാമ്മ ഓടിച്ചെന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചു കിടക്കുകയാണ്, നിലത്ത് മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ നെഞ്ചത്ത് ഇങ്ങനെ അള്ളി പിടിച്ചിരുന്ന് ഇങ്ങനെ പിടിച്ച് കൈക്കുഞ്ഞ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അമ്മ വേഗം തന്നെ ഈ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കൂടെ വന്ന സിസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് മറിയം ത്രേസ്യാമ്മ തന്നെ ആ കോളനിയിൽ ഒരു കുഴി വെട്ടി ആ അമ്മച്ചി മരിച്ചുപോയി, സൂര്യരോഗം വന്ന്. ആ അമ്മച്ചിയുടെ ബോഡി കൊണ്ടുപോയി മറിയം ത്രേസ്യാമ്മ തന്നെ സംസ്കരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു കാലഘട്ടത്തിൽ മറിയം ത്രേസ്യാമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ധൈര്യവും വേദനിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ കാണിച്ചൊരു വലിയ മനസ്സും നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അങ്ങനെ അവരെ സംസ്കരിച്ച് കഴിഞ്ഞ് മറിയം ത്രേസ്യാമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് മഠത്തിലേക്ക് പോകുന്നു. പിന്നെ ആ കുഞ്ഞ് ആ മഠത്തിലാണ് വളർന്നത്. മറിയം ത്രേസ്യാമ്മയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഹോളി വീക്കിലാണ്. ഇന്ന് നമ്മൾ മറിയം ത്രേസ്യാമ്മയുടെ മധ്യസ്ഥം തേടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർക്കണം, ലോകം മുഴുവൻ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. നമ്മൾ ഓരോ ദിവസവും ഓരോ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ മറിയം ത്രേസ്യാമ്മയുടെ മധ്യസ്ഥത്തിനായിട്ട് ഇന്നത്തെ നിയോഗം നമുക്ക് കാഴ്ചവെക്കാം. നിങ്ങൾ മറിയം ത്രേസ്യാമ്മയെ കൂട്ടുപിടിക്കില്ലേ? നമ്മളും വിശുദ്ധിയിൽ ജീവിക്കാൻ മറിയം ത്രേസ്യാമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. കൂട്ടുകാരെ, മറിയം ത്രേസ്യാമ്മ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് അല്ലേ? എനിക്ക് ഉറപ്പാണ് ഇന്ന് അമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതെ, എനിക്ക് ഉറപ്പാണ്. എനിക്കും. കൂട്ടുകാരെ, ഇനി നമുക്ക് വചനം പഠിക്കാം. ഓക്കെ. ഇന്നത്തെ വചനം ഇതാണ്: നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4. നമുക്ക് ഒരുമിച്ച് ചൊല്ലിയാലോ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4. കൂട്ടുകാരെ, ഈശോ നടന്ന ഒരു വഴിയും കൂടി നമുക്ക് പരിചയപ്പെട്ടാലോ? അവർ നെക്സ്റ്റ് സെഗ്മെന്റ് ഫുട് പ്രിന്റ്സ്.
ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുട് പ്രിൻസിലേക്ക് സ്വാഗതം. മക്കളെ, ആൻറ്റി ഇപ്പോൾ നിൽക്കുന്നത് ജെറുസലേമിലെ ദമാസ്കസ് ഗേറ്റിൻ്റെ മുന്നിലാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഈശോയുടെ കുരിശിൻ്റെ വഴികളിലൂടെയാണ്. ജെറുസലേം ദേവാലയത്തെ പൊതിഞ്ഞു നിന്നിരുന്ന കോട്ടമതിലിൻ്റെ 8 ഗേറ്റിൽ ഒരു ഗേറ്റായ ദമാസ്കസ് ഗേറ്റിൽ നിന്ന് ഇവിടുന്ന് കയറി നമ്മൾ ഈശോയുടെ 14 സ്ഥലം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് ഗെത്സമനിൽ ചോര വിയർത്ത് പ്രാർത്ഥിച്ചത് മുതൽ തുടങ്ങുന്നു ഈശോയുടെ പീഠാനുഭവ യാത്ര. മക്കളെ, നമ്മൾ ഇന്ന് ഈശോ കുരിശു ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോയ ആ പാതയിലൂടെയാണ് നടക്കുന്നത്. ഈശോ കുരിശു ചുമന്നുകൊണ്ട് പോയ അതേ വഴിയിലൂടെ ഈശോയ്ക്കൊപ്പം കാൽവരിയിലേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ്. ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് ബന്ധനസ്ഥനായി കൊണ്ടുപോയ ഈശോയെ അവർ ആദ്യം കയ്യാഫാസിന്റെ അരമനയിൽ എത്തിച്ചു. അവിടെ നിന്ന് പീലാത്തോസിന്റെ അരമനയിലേക്ക്. പീലാത്തോസ് ഈശോയിൽ കുറ്റമൊന്നും കാണായികയാൽ ഈശോ ഹെറോദോസിന്റെ അധികാരപരിധിയിൽപ്പെട്ടവനായതുകൊണ്ട് അവിടേക്ക് അയച്ചു. അവിടെയും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി വീണ്ടും പീലാത്തോസിന്റെ അരമനയിലേക്ക്. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പീലാത്തോസിന്റെ അരമനയുണ്ടായിരുന്ന സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്താണ്. ഇവിടെ വച്ചാണ് ഈശോയെ പീലാത്തോസ് അന്യായമായി വിധിച്ചതും ചമ്മട്ടി കൊണ്ട് അടിച്ചതും മുൾക്കിരീടം ധരിപ്പിച്ചതും. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ കുറ്റവിചാരണയ്ക്കായി നിൽക്കുന്ന ചിത്രവും ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈകഴുകുന്ന ചിത്രങ്ങളുമൊക്കെ ഇവിടുത്തെ ദേവാലയത്തിന്റെ ഭിത്തിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കുരിശിന്റെ വഴിയുടെ യാത്രയിലെ 1-ാം സ്ഥലം. പീലാത്തോസ് ഈശോയെ അന്യായമായി വിധിക്കുന്നു. എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന കുരിശിന്റെ വഴി ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. പീലാത്തോസ് അന്യായമായി വധശിക്ഷയ്ക്ക് വിധിച്ച ഈശോയുടെ ചുമലിലേക്ക് കുരിശ് വെച്ച് നൽകപ്പെട്ട 2-ാം സ്ഥലം. ലോകപാപങ്ങൾ മുഴുവൻ ഒരു കുരിശിൽ ഒരുമിച്ച് ചേർത്ത് തോളിലേക്ക് ഈശോ സ്വീകരിച്ച 2-ാം സ്ഥലം. ചെയ്ത പാപഭാരമല്ലയോ, ക്രൂശു നമ്മൾ ചെയ്ത പാപഭാരമല്ലയോ. കുരിശുമായി ഈശോ ഇവിടെ നിന്നും നടന്നു നീങ്ങി. ഈശോയുടെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ ഏറ്റുവാങ്ങിയ മണ്ണ്, ഈശോയുടെ ചോരത്തുള്ളികൾ ഏറ്റുവാങ്ങിയ ജെറുസലേമിന്റെ മണ്ണ്. കുരിശ് ചുമന്നുകൊണ്ട് നടന്നു നീങ്ങിയ ഈശോ കുരിശിന്റെ ഭാരത്താൽ ആദ്യമായി കുഴഞ്ഞു വീണ 3-ാം സ്ഥലം.
കുരിശിന്റെ വഴിയിലെ യാത്രയിൽ നൊന്തുപെറ്റ അമ്മയെ ഈശോ മുഖത്തോട് മുഖം ദർശിച്ച 4-ാം സ്ഥലം. നൊന്തുപെറ്റ മകൻ കുരിശിന്റെ ഭാരത്താൽ കുഴഞ്ഞു വീഴുന്നതും കണ്ട് വേദനയോടെ അമ്മ ഈശോയെ നോക്കി നിന്ന പുണ്യസ്ഥലം. ഇതിനുള്ളിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഒരു ദേവാലയമുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയെ കണ്ടുമുട്ടിയ ആ ഒരു ഗ്രോട്ടോയും കല്ലുമൊക്കെ പുണ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷെ കൊറോണ ആയതുകൊണ്ട് നമുക്കിതിനുള്ളിൽ കയറാൻ കഴിയില്ല. കുരിശിന്റെ ഭാരത്താൽ ഈശോ തളർന്നു പോകുമെന്നും ജീവനോടെ ഈശോയെ കുരിശിൽ തറയ്ക്കാൻ കഴിയില്ല എന്നും മനസ്സിലായപ്പോൾ പടയാളികളുടെ നിർദ്ദേശപ്രകാരം ശിമയോൻ ഈശോയുടെ കുരിശ് ഏറ്റുവാങ്ങി ഈശോയെ സഹായിച്ച 5-ാം സ്ഥലം. ഇവിടെ കുരിശിന്റെ ഭാരത്താൽ നിലത്ത് കൈകുത്തിയപ്പോൾ ഈശോയുടെ കൈപ്പത്തി പതിഞ്ഞുവെന്ന് വിശ്വസിക്കുന്ന പാറ ഇവിടുത്തെ ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മൾ 6-ാം സ്ഥലത്തിലേക്ക് നീങ്ങുകയാണ്. ചോര വാർത്തൊലിച്ച ഈശോയുടെ തിരുമുഖം സ്വന്തം തുവാലുകൊണ്ട് തുടച്ച് ഈശോയെ ആശ്വസിപ്പിക്കുവാൻ വേറോനിക്ക ഓടിയെത്തിയ 6-ാം സ്ഥലം. അവളുടെ തുവാലയിലേക്ക് ഈശോ തന്റെ തിരുമുഖം പതിപ്പിച്ചു കൊടുത്ത പുണ്യസ്ഥലം. ഈശോ അങ്ങനെ കുരിശുമായി വീണ്ടും നീങ്ങുന്നു. കുരിശുമായുള്ള തുടർ യാത്രയിൽ തളർന്ന 2-ാം പ്രാവശ്യവും ഈശോ കുഴഞ്ഞു വീണ 7-ാം സ്ഥലം. ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ജെറുസലേമിലെ സ്ത്രീകൾ ഈശോയെ നോക്കി നിന്നിരുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. തന്നോടുള്ള സ്നേഹത്താൽ വാവിട്ട് കരയുന്ന ജെറുസലേം പുത്രിമാരെ ഈശോ ആശ്വസിപ്പിച്ച 8-ാം സ്ഥലം. മക്കളെ, നമ്മൾ ഏകദേശം കാൽവരിയോട് അടുക്കുകയാണ്.
കാൽവരിയിലേക്ക് എത്തുന്നതിന് മുമ്പായി 3-ാം പ്രാവശ്യം ഈശോ തളർന്നു വീണ 9-ാം സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നെടുക്കുന്നത്. നമ്മൾ ഇന്ന് കാണുമ്പോൾ ഇവിടെ 2 ഓരത്തും കച്ചവടക്കാരും കെട്ടിടങ്ങളും വീടുകളും ഒക്കെയാണ്. പക്ഷെ അന്ന് ഇതൊക്കെ കുന്നും മലയുമായിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. ഇന്നിവിടെ കയറി പോകുവാൻ സ്റ്റെപ്പുകളുണ്ട്, നല്ല വഴികളുണ്ട്. പക്ഷെ അന്ന് ഈ മലയൊക്കെ കയറിയാണ് ഈശോ കുരിശും ചുമന്നുകൊണ്ട് പോയതെന്ന് ഓർക്കുക. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലാണ് ഈശോ തളർന്നു വീണതെന്ന് ഓർക്കുക. ഈ വഴികളിലെല്ലാം ഈശോയുടെ ചോരത്തുള്ളികൾ വീണ വഴികളാണ്. ഈശോ 3-ാം പ്രാവശ്യം വീണ 9-ാം സ്ഥലം. 4 പാടും വലിക്കുന്നു ചവിട്ടുന്നയോ ചേറ്റിലും. ഈശോയുടെ തുടർന്നുള്ള പീഡാനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങൾ തിരുക്കല്ലറ ദേവാലയത്തിന്റെ ഉള്ളിലാണ്. ആ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. നിത്യാഗ്നിയിൽ വീണിടാതെ ഞങ്ങളെ നീ രക്ഷിക്കണമേ. വീണിടാതെ ഞങ്ങളെ നീ രക്ഷിക്കണമേ. കൂട്ടുകാരെ, നമ്മളോട് ജോയിൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സണാണ്. കുട്ടികൾക്ക് വേണ്ടി കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സിപ്പി സാറാണോ? അതെ. പേജ് സ്റ്റോറിയിലേക്ക് വെൽക്കം സിപ്പി സർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിപ്പി പള്ളിപ്പുറം. നിങ്ങൾക്കറിയാം, ഞാൻ വളരെ കാലമായി കുട്ടികൾക്ക് വേണ്ടി സാഹിത്യരചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം, നമ്മൾ വിശുദ്ധ വാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വിശുദ്ധ വാരത്തിൽ നാം എല്ലാം വ്യാകുലതയിലൂടെ കടന്നു പോകുന്ന അവസരമാണ്. നമ്മുടെ ലോകരക്ഷകനായ യേശുനാഥൻ ക്രൂശിക്കപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ദിനത്തിൽ യേശു ആരായിരുന്നുവെന്നും യേശുവിൻ്റെ മഹത്വം എന്തായിരുന്നുവെന്നും കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് മുതിർന്നവരെക്കാൾ കുഞ്ഞുങ്ങളാണത് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയേണ്ടത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് യേശുവിൻ്റെ അനുഭവം എങ്ങനെയാണ് ലഭിക്കുന്നത്? യേശുവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ, നിരവധി ക്രിസ്മസ് കഥകൾ, ഒരു പുസ്തകം തന്നെ, പൊന്നുണ്ണി കഥകൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു കഥയുടെ ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് യേശുവാണെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. യേശുവുമായി ബന്ധപ്പെട്ട കഥ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു കഥ ഒരിക്കലിങ്ങനെ ഒരു ദുഃഖ വ്യാഴാഴ്ച ദിവസമാണ്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം കടന്നു വരികയാണ്. യേശുവിനെ ക്രൂശിക്കുന്ന ദിവസമാണല്ലോ ഇന്ന് എന്ന ചിന്തയിൽ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു കഥ എഴുതണം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒരാശയം ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇതൾ വിരിഞ്ഞിങ്ങനെ ഒരു ആശയം വരികയാണ്. അതിങ്ങനെയായിരുന്നു. ആ കഥാ തന്തു ഇങ്ങനെയാണ് ഇതൾ വിരിഞ്ഞു വന്നത്. ഒരണ്ണാർക്കണ്ണൻ, ഗീലു എന്നു പേരുള്ള ഒരണ്ണാർക്കണ്ണൻ, അവൻ കാൽവരിമലയുടെ താഴ്വരയിൽ ഉള്ള ഒരു അത്തിമരത്തിലാണ് താമസിക്കുന്നത്. അത്തിമരത്തിലിരുന്ന് അത്തിക്കായ്കൾ പറിച്ച് തിന്നുകൊണ്ടിരുന്ന സമയത്താണ് ആർപ്പും വിളിയും ബഹളമൊക്കെ കേട്ടത്. അവൻ തിരിഞ്ഞു നോക്കി, എന്താണത്, എന്താണ് അവിടെ ആ ബഹളം കേൾക്കുന്നത്? നോക്കിയപ്പോൾ ഒരാളെ കുറേ പേർ ചേർന്ന്, കുറേ തെമ്മാടികൾ ചേർന്ന് ഉന്തിയും തള്ളിയും ഇങ്ങനെ കൊണ്ടുവരികയാണ്. പുറകിൽ നിന്ന് ചാട്ടവാറിന് അടിക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ മുതുകിൽ ഒരു മരക്കുരിശുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടമുണ്ട്. മുൾക്കിരീടം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ അദ്ദേഹത്തെ നടത്തിക്കൊണ്ടുവരികയാണ്. ചീത്ത വിളിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ പെരുമാറിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുവരികയാണ്. അദ്ദേഹം വീഴുന്നു. വീഴുമ്പോൾ അവർ ചാട്ടവാറിന് അടിക്കുന്നു. അദ്ദേഹം എഴുന്നേൽക്കുന്നു, വീണ്ടും അടിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഈ അണ്ണാർക്കണ്ണന് സഹിക്കാൻ കഴിഞ്ഞില്ല. അണ്ണാർക്കണ്ണൻ വിചാരിച്ചു,
എന്തിനാണ് ഈ പാവം മനുഷ്യനെ ഇങ്ങനെ ചെയ്യുന്നത്, അദ്ദേഹം എന്ത് അപരാധമാണ് ചെയ്തത്, ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ അണ്ണാൻ്റെ കൂട്ടുകാരനായ അണ്ണാർക്കണ്ണൻ്റെ കൂട്ടുകാരനായ ഒരു ബുൾബുൾ പക്ഷിയുണ്ട്. ആ പക്ഷി ഇങ്ങനെ പറന്നു വരികയാണ്. ഈ അണ്ണാൻ്റെ അരികിലേക്ക് പറന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ് അവിടെ ബഹളം, എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് അണ്ണാർക്കണ്ണൻ ബുൾബുൾ പക്ഷിയോട് ചോദിച്ചു. അപ്പോൾ ബുൾബുൾ പക്ഷി പറഞ്ഞു, അത് യേശുവാണ്, യേശുവിനെ കാൽവരിമലയിൽ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ്. അതെന്തിനാണ്, അദ്ദേഹം വല്ല അപരാധവും ചെയ്തോ? അപരാധവും ചെയ്തിട്ടില്ല. അദ്ദേഹം ദൈവപുത്രനാണെന്ന് പറഞ്ഞു, ലോകരക്ഷകനാണെന്ന് പറഞ്ഞു. ഇതായിരുന്നു ചെയ്ത കുറ്റം. ലോകത്തെ രക്ഷിക്കാൻ വന്ന ആൾ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ അറിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിച്ചുകൂടാ, അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൂടാ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ്. അതിനുള്ള ആ യത്നമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. വലിയ സങ്കടം തോന്നി ഗീലു അണ്ണാവന്, വലിയ സങ്കടം തോന്നി. ഒരു പാവപ്പെട്ട മനുഷ്യനെ, നിരപരാധിയായ മനുഷ്യനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നു എന്നത് കേട്ടിട്ട് വലിയ സങ്കടം തോന്നി. ആ ദിവസം അണ്ണാർക്കണ്ണൻ ഒന്നും കഴിച്ചില്ല. അത്തിപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. പിന്നെ അവൻ ഒന്നും തിന്നിട്ടില്ല. അത് കഴിഞ്ഞ് അവൻ പിറ്റേ ദിവസവും ഇങ്ങനെ ഈ കാര്യം തന്നെ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴും കൂട്ടുകാരനായ ബുൾബുൾ പക്ഷി അതിൽ വന്നു. ബുൾബുൾ പക്ഷി പറഞ്ഞു, നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്, ആളെ ഇന്നലെ ആ നീചന്മാരെല്ലാം ചേർന്ന് കുരിശിൽ തറച്ച് കൊന്നു. ഇത് കേട്ടിട്ട് പാവം ഗീലു അണ്ണാന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ പാവം മനുഷ്യനെ അവർ കുരിശിൽ തറച്ച് കൊന്നു എന്നത് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്ര നീചമായ ഒരു കാര്യം അവർ ചെയ്തല്ലോ, ആ പാവം മനുഷ്യനെ കൊന്നുകളഞ്ഞല്ലോ എന്നുള്ള സങ്കടം. ആ സങ്കടം കൊണ്ട് അവൻ പിറ്റേ 2 ദിവസങ്ങളിൽ ഒന്നും കഴിക്കാതെ തന്നെയാണ് ഇരുന്നത്. സങ്കടം തന്നെയായിരുന്നു. ഒന്നും കഴിക്കാതെ അവൻ വിവശനായി, അവശനായി. എങ്കിലും അവൻ്റെ ഓർമ്മ മുഴുവൻ ആ നല്ല മനുഷ്യനെക്കുറിച്ച് തന്നെയായിരുന്നു. 3-ാം ദിവസമായി, ഞായറാഴ്ചയായപ്പോൾ വെളുപ്പിന് അവൻ എന്തോ ശബ്ദങ്ങളൊക്കെ കേട്ടിരുന്നു. എന്താണെന്നൊന്നും അവനും മനസ്സിലായിരുന്നില്ല. രാവിലെ ബുൾബുൾ പക്ഷി വന്നപ്പോൾ അവൻ ആദ്യം ചോദിച്ചത്, ഇന്നലെ പാതിര കഴിഞ്ഞപ്പോൾ വലിയ ബഹളമൊക്കെ കേട്ടല്ലോ, മലകൾ പിളരുന്ന ശബ്ദം കേട്ടല്ലോ, എന്താണ് കൂട്ടുകാരാ അവിടെ സംഭവിച്ചത്? ബുൾബുൾ പക്ഷി പറഞ്ഞു, ഗീലു, നിനക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ ആ മനുഷ്യനെ കുരിശിൽ തറച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്നത്? അയാൾ അവർ കൊന്നു, ഒരു കല്ലറയിൽ അടച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 3-ാം ദിവസം ഇന്നലെ ആയിരുന്നു. ഇന്നലെ വെളുപ്പിന് ആ കല്ലറയിൽ അടച്ച മനുഷ്യൻ ഉയർത്തെണീറ്റു. അവൻ മനുഷ്യപുത്രനാണ്. ആ മനുഷ്യപുത്രൻ ഒപ്പം അവൻ ദൈവപുത്രനുമായിരുന്നു. ആ ദൈവപുത്രൻ ഉയർത്തെണീറ്റതിൻ്റെ സങ്കടം മാത്രമല്ല, ആ സങ്കടമൊക്കെ മാറി എല്ലാവരും സന്തോഷത്തിൽ ആറാടുകയാണെന്ന്. ആ താഴ്വരയിൽ മുഴുവൻ ആളുകൾ നൃത്തം ചെയ്യുകയാണ്. മനുഷ്യർ മാത്രമല്ല, എല്ലാ പക്ഷിമൃഗാദികളും സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുകയാണ്. നമുക്കും ഈ ആഹ്ലാദത്തിൽ പങ്കുചേരണം. ഇന്ന് ആളുകളൊക്കെ പറയുന്നത് ഈ ദിവസത്തെ ഈസ്റ്റർ എന്ന് വിളിക്കണമെന്നാണ്. ഈസ്റ്റർ, ഉയർപ്പിൻ്റെ ദിനം, പുണ്യപ്പെട്ട് യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആ ദിനമായിട്ട് അതിന് ഈസ്റ്റർ എന്ന് നാം ഈ ദിനത്തിന് പേരിടണമെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുകയാണ്. ആ ഈസ്റ്റർ ദിവസമാണിന്ന്. അപ്പോൾ നമുക്കും ആ താഴ്വരയിലേക്ക് പോകാം, അവരോടൊപ്പം ആടിപ്പാടി ആ സന്തോഷത്തിൽ അലിഞ്ഞു ചേരാം. ഇങ്ങനെയുള്ള ഒരാശയമാണ് എൻ്റെ മനസ്സിൽ ഇതൾ വിരിഞ്ഞ് ഈ ദുഃഖവേഴച്ച ദിവസം വന്നത്. അത് ഞാൻ പിന്നീട് മനോഹരമായ ഒരു കഥയാക്കി എഴുതി മിന്നാമിന്നി എന്ന പ്രസിദ്ധീകരണത്തിൽ, കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മിന്നാമിന്നി എന്ന പുസ്തകത്തിൻ്റെ ഈസ്റ്റർ പതിപ്പിൽ അത് ചേർക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയാണ് ഒരു കഥ യേശുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലൊരു കഥ ഇതൾ വിരിഞ്ഞു വരുന്നത് ഇങ്ങനെയാണെന്നാണ്. ഈ കഥ മാത്രമല്ല, ഇതുപോലുള്ള നിരവധി കഥകൾ യേശുവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി കവിതകളും രചിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിയേശുവുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോ ഈസ്റ്റർ പതിപ്പിലും ഓരോ ക്രിസ്മസ് പതിപ്പിലൊക്കെ നിരവധി കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രചോദനം യേശുവാണ്, ഉണ്ണിയേശുവാണ്. കോവിഡ് കാലം നമ്മളോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞത്, ഉണ്ണിയേശുവിൽ നിന്നാണ് നമുക്ക് ഈ കഴിവുകളെല്ലാം ലഭിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ഓരോ താലന്തുകളും നമ്മൾ വിപുലമാക്കിയെടുക്കണം, വിലപ്പെട്ടതാക്കി തീർക്കണം, അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. നമുക്കെല്ലാവർക്കും സാഹിത്യപരമായ കഴിവുകളുണ്ട്, കലാപരമായ കഴിവുകളുണ്ട്. ഇതിനെല്ലാം വളർത്തിയെടുക്കുന്നതിൽ യേശു വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ
ഈസ്റ്റർ അവസരത്തിൽ നമുക്ക് യേശു തന്നിട്ടുള്ള ആ കഴിവുകളെല്ലാം വളരെ നന്നാക്കി എടുക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉണ്ണിയെ പറ്റിയുള്ള ഒരു കൊച്ചു കവിത, ഇതും ഇങ്ങനെ എൻ്റെ മനസ്സിൽ പണ്ടേ വിടർന്ന കവിതകളിൽപ്പെട്ട ഒന്നാണ്. കുരുന്നു വെറുതെ. ഉണ്ണി പറഞ്ഞു നമ്മോട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ, ഉണ്ണി പറഞ്ഞു നമ്മോട് അനുസരണത്തിൽ വളർന്നിടാൻ, ഉണ്ണി പറഞ്ഞു നമ്മോട് പരോപകാരം ചെയ്തിടാൻ, ഉണ്ണി പറഞ്ഞത് കേട്ടെന്നാൽ പൊന്നുണ്ണികളായി തീരും നാം, ഉണ്ണി പറഞ്ഞത് കേട്ടെന്നാൽ പൊന്നുണ്ണികളായി തീരും നാം. മറക്കാതിരിക്കുക, അങ്ങനെ പൊന്നുണ്ണികളാകാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളം. കൂട്ടുകാരെ, ഇന്നത്തെ ചലഞ്ച് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വേണ്ടാന്ന് വെക്കുക. അതെന്താ ചേട്ടാ അങ്ങനെ? നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അത് ഈശോയ്ക്ക് ഒരു ത്യാഗപ്രവൃത്തിയാകും. മനസ്സിലായി. ഓക്കെ കൂട്ടുകാരെ മറക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാതിരിക്കുക, ആ ത്യാഗം ഈശോയ്ക്ക് സമർപ്പിക്കുക. ഇനി പ്രെയർ ടൈമാണ്. ഇന്നത്തെ പ്രെയർ ഇതാണ്: എല്ലാ കുടുംബവും ഈശോയുടെ സ്നേഹത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണടക്കാം, കൈ ഓർക്കാം. Sweetheart of Jesus, that burns with love for me, inflame my heart to love you more. Sweetheart of Jesus. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ദിനം പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ബൈ.